ഞാനേ ഈ പറഞ്ഞു തരാൻ പോകുന്നതേ ഈ കഴുത്തിൻ്റെ ഇവിടെ വേണേ. ഇത് ഞാൻ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കഴുത്ത് പുറം കഴുത്താണ് ഈ വരച്ചിട്ടിരിക്കുന്നത്. ഇത് 9.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷോൾഡറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ സാധാരണ എടുക്കുന്ന 3.5 ഇഞ്ചാണ്. ഞാനിത് 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. തയ്ച്ച് വരുമ്പം ഇവിടുന്ന് 1/2 ഇഞ്ച് പോകും, ഇവിടുന്ന് 1/2 ഇഞ്ച് പോകും. പിന്നെ 2.5 ഇഞ്ചേ കാണത്തുള്ളൂ. അതായത് ഒരു ശകലവേ കാണത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ കൈക്കുഴി എടുത്തിരിക്കുന്നത് 5.5 താഴോട്ട് ഇറക്കം എടുത്തിരിക്കുന്നത്. ഇത് 5 എടുത്തുള്ളൂ. ഓരോ ട്രിക്കാ, നമ്മൾ ഏത് രീതി തയ്ച്ച് നോക്കാവുന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. പിന്നെ പുറകെ കഴുത്ത ചരട് പിടിപ്പിക്കും. അപ്പോൾ എന്തെടുക്കുമെന്നറിയാം, ഞാനിവിടെ വേറെ പടിയുണ്ടല്ലോ, നമ്മൾ ക്രോസ് കട്ടിങ്ങുള്ള പടി, അത് പിടിപ്പിക്കത്തില്ല. ഇതും കൂടെ എല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ അങ്ങനെ പുറകിൽ നിൽക്കുന്ന ഇപ്പോൾ എല്ലാം മറന്നു പോകുന്ന പുറകിൽ കെട്ട് പിടിപ്പിക്കും. ഇവിടെ ആയിട്ട് കെട്ട് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ പടി പിടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യട്ടെ. പിന്നെ കൈ കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ് തുണി അവർ കുറവാണ് തന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇത്രയും കുറവാണ്. ഇച്ചിരിയേ ഉള്ളായിരുന്നു ലൈനിങ് തുണി. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കയറ്റാം. ഇവിടൊക്കെ വേറെ വെട്ട് കഷ്ണം എടുത്ത് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത്രേ ഉള്ളായിരുന്നു. തുണി 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ. കണ്ടോ? അപ്പോൾ അവർ തന്ന തുണി എത്രയാണെന്ന് നോക്കിക്കോണം. തേരുവശമാണ് മടക്കിയിട്ടത്. അപ്പോൾ തന്ന തുണി 80 സെൻറ്റിമീറ്റർ. 80 സെൻറ്റിമീറ്റർ ഇല്ല, അതിലും കുറവാണ് തന്നെ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. നമ്മൾ സ്ഥിരം തയ്ച്ചു കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇച്ചിരി ഏപ്പ് വെക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പുറം കഴുത്തൂടെ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. സാധാരണ ഞാൻ ബ്ലൗസിന് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഏറെ തുണി ഇടും. കാരണം 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ കൂട്ടിയിടും. അവർ നമുക്ക് ഈ തയ്യൽ തുമ്പിനേക്കാളും കൂട്ടിയിടും. കാരണം നാളെ ഒരിക്കൽ അഴിച്ചു വിടാനായിട്ട് തുണിയിടും. പക്ഷെ ഇത് അറ്റപ്പറ്റയാണ് തുണി നമ്മുടെ കൈ കെട്ടിയിരിക്കുന്നത്. ഒരു ശകലം പോലും എനിക്കിപ്പോൾ ഈ എറമ്പ് ചേർത്ത് എനിക്ക് തയ്ച്ചാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ലൈനിങ് തുണി ഞാൻ പറഞ്ഞല്ലോ ഇത്രേ തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തുണി ഇടാൻ പറ്റത്തുള്ളൂ. തുണി ഏറെ തന്നാൽ ഞാൻ അതനുസരിച്ച് തുണി തയ്യലിന് അഴിച്ചു വിടാനൊക്കെ കൂടുതലിടും. എപ്പോഴും കൂടുതലിടുന്ന ഞാനാണ്. പക്ഷേ ഇന്നെല്ലാം തന്നെ കൈക്കുഴി വരെ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ വെട്ടിയെടുത്തിരിക്കുന്നത്. നമുക്ക് കൈയും പുറവും മാത്രമേ ആയുള്ളൂ. ഇനി എന്തേണ്ടേ, ഫ്രണ്ടിലത്തെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇതെല്ലാം എടുക്കണം. വേണ്ട, ഇത്രയും തുണിയേ ഉള്ളൂ. വാല് പോലെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പുറകിലത്തെ ലൈനിങ് പീസ് എടുത്ത് ഇതിൻ്റെ മോൾ പോട്ട് ഇട്ടിട്ട് എവിടെ നിന്ന് നമുക്ക് തികഞ്ഞ് കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുക. ശകലം ചേർത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. ഇങ്ങനെ കിട്ടും. അപ്പം ഞാൻ ഇതുകൂടെ വരച്ചിട്ടിട്ട് വരട്ടെ. ഇനി നമുക്ക് വേണ്ട 6 പീസാണ് കട്ടിങ് വേണ്ടത്. നമുക്ക് നല്ല തുണിയെ 2 എണ്ണേ കിട്ടത്തുള്ളായിരുന്നു. പിന്നെ ലൈനിങ്ങിൽ നിന്നാണ് 4 എണ്ണം എടുക്കുന്നത്. പക്ഷേ കണ്ടോ, ഈ ലൈനിങ്ങിൽ ഇത്രയേ ഉള്ളൂ. ഇത് 4 പോയിട്ട് 2 എണ്ണം തന്നെ കഷ്ടിച്ച് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് വേറെ തുണിയുടെ സഹായം തേടാം. ഇതേ 4 എണ്ണം കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ഇതെല്ലാം എടുക്കാം 4 എണ്ണം. അല്ലെങ്കിൽ ഇതേ 2 എണ്ണം കൂടെ എടുത്തിട്ട് ഇതേ 2 എണ്ണം എടുക്കാം. ഏതായാലും ചേർത്ത് വെക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മൾ ഈ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞ് 2 കെട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഉണ്ടല്ലോ, വലിയ അകൽച്ച കാണരുത്. ഒത്തിരി അകൽച്ച കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അകലുന്നതിനനുസരിച്ച് നമ്മുടെ തോൾഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ അകന്നു പോകും. ഇവിടെ നമുക്ക് അതിനാണ് ഈ പുറം ഭാഗത്തിനേക്കാളും നമ്മൾ ഇവിടെ മുൻവശത്തെ പീസ് കൂട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ഷർട്ടാണ്, ആണുങ്ങളുടെ ഷർട്ട്. ഇത് ടോപ്പാക്കി കൊടുക്കണം. പെണ്ണുങ്ങളിടുന്ന ടോപ്പാക്കി ഇത് കൈ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്ത് ഞാൻ ഈ കൈയുടെ വിറക്കമെല്ലാം കുറച്ച് ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തേണ്ട കൈ ഇങ്ങനെ പടി പോലും മടക്കി ഈ തേണ്ട ഒരു ബട്ടൺസ് പിടിപ്പിച്ചു. അങ്ങനെ ആ 2 കൈയും ചെയ്തേ. പിന്നെ താഴ്ഭാഗം എന്തെടുത്തെന്നറിയാമോ? തേണ്ട ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തു. നമുക്ക് എത്ര സ്ലിറ്റിന് ഇറക്കം വേണോ അവിടെ വരെ ഇട്ടിട്ട് ബാക്കി ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി അങ്ങനെ ചെയ്ത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേണ്ട ഈ ഭാഗമെല്ലാം ഈ പടിയെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ പടിയുണ്ടാക്കി
അതേം തന്നെ ബട്ടൺസ് കിട്ടിയല്ലോ ഈ കഴുത്തിൻ്റെ ഫുൾ കൈയല്ലായിരുന്നോ, ആ കൈയുടെ അവിടെ ഉണ്ടായിരുന്ന ബട്ടൺസ് എടുത്താണ് ഇവിടെ പിടിപ്പിച്ചത്. അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പം വീട്ടിൽ ഷർട്ട് ഉണ്ടെങ്കിൽ കളയരുത്, ഇങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ.